ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ കടയിൽ വന്നു കേട്ടോ. എല്ലാവരുടെയും പണിയൊക്കെ തുടങ്ങി കാണും. ഞാനിപ്പോഴങ്ങ് എത്തിയത്, താമസിച്ചു പോയി. എൻ്റെ പിള്ളേരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവർ നല്ല ഓടിക്കളിയിലാട്ടോ. പിന്നെ എൻ്റെ ലക്കി ബമ്പ് കണ്ടോ? ഇന്നലെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചെറിയൊരു ഉറക്കം വരുന്ന പോലെ തോന്നി കേട്ടോ. ആ സമയത്ത് വന്നിരുന്ന് ചെയ്തൊരു പണിയാണേ. ഇത് കണ്ടോ, ഇവിടെ ഇതിങ്ങനെ മൊത്തം നിരന്നിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഏതാണെന്ന് നോക്കി വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, പെട്ടെന്ന് മാറിപ്പോകും നമുക്ക്. കാരണം എല്ലാ സൈസും കൂടി ഇങ്ങനെ ഇടകലർന്ന് കിടക്കുമായിരുന്നു. അപ്പം എന്തായാലും ഉറക്കം വരുമല്ലോ, എന്നാൽ ഓടി വന്ന് ഇവിടെ ഇരുന്ന് അടുക്കാമെന്ന് പറഞ്ഞ് വന്നതാ. പതിയെ തുടങ്ങിക്കഴിഞ്ഞ് ഇതിങ്ങനെ ഓരോ സൈസ് തിരഞ്ഞ് ഇത് കണ്ടോ, ഈ സെക്ഷൻ തിരിച്ച് വെച്ചേക്കുന്ന എല്ലാം വേറെ വേറെ സൈസാട്ടോ. ഞങ്ങളിവിടെ വന്നപ്പം നല്ല രസമായിരുന്നു. കാരണം 1.5 ഏതാ 1.25 ഏതാ എന്നൊന്നും അറിയാൻ മേലാത്തൊരു അവസ്ഥ. ഒന്നിൻ്റെ സൈസൊന്നും അറിയത്തില്ല. നമ്മൾ കടയിൽ വരുന്നിടം വരെ ഇവിടുത്തെ ഈ സാധനങ്ങളുമായിട്ട് യാതൊരു പരിചയമില്ലായിരുന്നല്ലോ. ഒന്നിൻ്റെയും പേര് പോലും അറിയത്തില്ല. ഇപ്പോഴും മര്യാദയ്ക്ക് അറിയത്തില്ല കേട്ടോ എല്ലാത്തിൻ്റെയും പേരൊന്നും. ഈ സാധനം GIT ആട്ടോ. ഒന്നുണ്ടോ, അതിൻ്റെ ഒരുപാട് അളവുകളുണ്ട്, പല അളവുകളുണ്ട്. അതിൻ്റെ എല്ലാ സെക്ഷനും തിരിച്ച് നല്ല കുത്തിയിരുന്ന് അടുക്കി കുറേയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി നിരന്ന് കിടന്ന എല്ലാം പേർക്ക് അടുക്കി കിട്ടും. ഇവിടെയാണ് ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഫുഡ് കഴിക്കുന്ന സ്ഥലം കേട്ടോ ഇത്. ഇപ്പുറം ഒരു കസേരയും കൂടെ എടുത്തിടും, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരോട് ഇവിടെ നിന്ന് കഴിക്കും. എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ പുള്ളിക്കാർ പറഞ്ഞു എന്നെ വീഡിയോയിൽ കാണിക്കരുതെന്ന്. അതുകൊണ്ടാട്ടോ പുള്ളിയെ കാണിക്കാത്തത്. നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട് കേട്ടോ, അൺബോക്സിങ് വീഡിയോ ആണേ. എല്ലാവരും ഓരോ പാഴ്സൽ വീട്ടിലേക്ക് വരുമ്പോൾ അൺബോക്സിങ് അല്ലേ. നമുക്ക് കടയിലേക്കുള്ള പാഴ്സൽ എന്നാന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തോ സാധനം നോക്കാവേ. കൊള്ളാം. 4-way ജംഗ്ഷൻ. വയറിങ് ചെയ്യുന്നവർക്കൊക്കെ ഇത് 4-way ജംഗ്ഷനാണെന്നറിയാം. ഇതെന്താണ്, ഇത് പ്രിവാക്കിൻ്റെ ഒരു ഇറ്റലി ടാപ്പാട്ടോ. ഇറ്റലി ടാപ്പെന്നും ഗാർഡൻ ടാപ്പെന്നും ഒക്കെ പറയും ഇതിനെ. പക്ഷേ ഈ 4-way ജംഗ്ഷൻ നല്ല അടിപൊളി സാധനം കേട്ടോ. അത് കയ്യിലെടുത്തിട്ട് നല്ല കട്ടിയൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ജംഗ്ഷൻ സാധാരണ ഒരു ചാക്ക് അങ്ങനത്തെ പാക്കറ്റിലായിരുന്നു വരുന്നത്. ഇത് നോക്കി അട്ടപ്പെട്ടിക്കകത്ത് നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് കൊള്ളാം. ഇത് ഒറ്റ കൈ കൊണ്ട് ബോക്സ് അടയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു കയ്യിൽ വീഡിയോ പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് ബോക്സ്. പറ്റിച്ചു, നമ്മൾ റെഡിയാക്കി കേട്ടോ. ഓക്കെ ആയി. പക്ഷേ ജംഗ്ഷൻ നോക്കുന്നല്ലേ, ഈ 4-way ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് സാധാരണ എല്ലാ വയറിങ് ചെയ്ത വീട്ടിലും ഈ സാധനം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പേര് 4-way ജംഗ്ഷനാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ വരുന്നിടം വരെ എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പേര് പഠിച്ച് വരുന്നത്. പക്ഷേ ഇത് നല്ല അടിപൊളിയാട്ടോ. അതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ബോൾ വാൽവും കൂടെ വന്നിട്ട് ഇതിൻ്റെ കൂടെ. അവിടെ കൂടുതൽ റിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്, റിന്നോ. പക്ഷേ ഇതിപ്പം പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. പാക്കിങ് കൊള്ളാം. ഇത് നല്ല നിരത്തി അടുക്കി വെച്ചാൽ നല്ല രസമായിരിക്കും അല്ലേ കാണാൻ. എന്തായാലും നമുക്കിത് അടുക്കി വെച്ചേക്കാം. ഇത് കണ്ടോ, ഇവിടെ കുറേ സാധനങ്ങളിങ്ങനെ നിരന്ന്. ഇത് ത്രെഡഡ് ബോൾ വാൽവ് വെക്കുന്ന സ്ഥലമാണേ. എൻ്റെ ഇവിടെ കുറേ ഐറ്റംസ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്താൽ ആ സാധനത്തിന് മൊത്തം നമുക്ക് ഇവിടോട്ട് അടുക്കി വയ്ക്കാം. ഇങ്ങനെയുണ്ടോ, 3/4 ഇഞ്ച് ബോൾ വാൽവ് ഞാൻ ഇങ്ങനെ അടുക്കിയിട്ട് വരുന്നുണ്ട് ലെയറായിട്ട്. ഇനി ഈ സാധനത്തിന് നമുക്ക് എടുക്കാം. വാട്ടർടെക്കിൻ്റെ കേട്ടോ. ഇത് നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ.
ഇത് ഞാൻ ഇങ്ങനെ അടുക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒത്തിരി നേരമാകും. കാരണം എനിക്ക് ചിലപ്പം ശരിയാന്ന് തോന്നുന്നില്ല, പിന്നെയും ഞാൻ അഴിച്ചിട്ടെടുക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുക്കുന്ന ഫുള്ള് ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് 2 മണിക്കൂറായിപ്പോവും. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞതായിപ്പോവും. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തു. പിന്നെ കുറേയൊക്കെ സ്പീഡ് കൂട്ടിയിട്ടു. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ. എന്തായാലും ഇത് അടുക്കി കഴിയുമ്പോൾ എന്നാ ഇവിടുത്തെ സെറ്റപ്പ് എന്നുള്ളത് നമുക്ക് കാണണ്ടേ. എന്തായാലും അവിടെ അത്ര റെഡിയായി. ഇനി ഈ ഒരു സൈഡും കൂടെ റെഡി ആക്കിയാൽ ഇത് ഞാൻ ഇത്ര ശരിയാക്കി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ആ ഒരു സൈഡ് റെഡി ആയില്ലേ? ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ചടപടയുന്ന താഴേക്ക് ചാടി പോകുന്നുണ്ടേ. എന്തായാലും ആ വന്ന അത്രയും സാധനത്തിന് നമുക്കിവിടെ കൊള്ളിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം സ്ഥലം റെഡിയാക്കി മാത്രമേ നമുക്കതെല്ലാം ഇവിടെ കൊള്ളിക്കാൻ പറ്റൂ. കണ്ടോ, അത് അടിക്കത് ശരിയായില്ല. ഞാനൊന്നുകൂടെ അഴിച്ച് വെറുക്കുവാണേ. എങ്ങനെയായാലും ഇതിൻ്റെ അകത്ത് കൊള്ളിക്കണം, എന്നാലേ. അല്ല പിന്നെ ബാക്കിയായിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്ന് പോകും, മറന്നു പോകും, അങ്ങനെ വരും. അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കുവാണെങ്കിൽ കാണാനും രസമുണ്ട്. ഇത് 1.4 അപ്പോൾ അതിനെ അവിടെ നിന്ന് മാറ്റി വെച്ചേക്കാം. ഈ സാധനം ഇരിക്കുന്നത് മേളില്ല, അത് താഴെ വന്നിരിക്കുക. ഇതിങ്ങനെ മുന്നോട്ട് കുറേ തള്ളി നിൽക്കുന്ന പോലെ ആരുടെയെങ്കിലും തലയിലിടിക്കും. വേണ്ട, ഒന്നും കൂടെ റെഡിയാക്കാം നമുക്ക്. താഴ്ചാടിപ്പോയി ഗേസ്. ഞാൻ ആ സ്റ്റെപ്പുള്ള ചെയറിൻ്റെ മണ്ടയിൽ നിന്നിട്ടുള്ള അംഗമാണേ. താഴ്ചാടിപ്പോയി. ഓക്കെ, അങ്ങനെ ബാക്കി എല്ലാ സെക്ഷനും തീർന്നു. ഇനി ഈ പുതിയത് മാത്രം ഒന്ന് അടിക്കാൻ മതി. എന്താണ് കേസ് എല്ലാം തല തിരിഞ്ഞ് മറിഞ്ഞു ഒക്കെ ഇരിക്കുന്നത്. എന്തായാലും എടുക്കുക. എന്നാൽ പിന്നെ ഒരേപോലെ അങ്ങ് അടുക്കുവാണെങ്കിൽ കാണാനൊരു ലുക്കുണ്ടല്ലോ. വെയിറ്റ്, നമുക്കെല്ലാം നേരെ ഒരേപോലെ അടുക്കിയേക്കാം. അടിപൊളി. ഈ താഴത്തെ പെയിൻറ്റ് പാട്ടില്ലേ, ഇത് ഞാൻ കുറേ ഒന്ന് അടുക്കി വെച്ചാൽ, പക്ഷേ അത് മര്യാദയ്ക്ക് ഇരിക്കത്തില്ല കേസ്. അതേ അതിൻ്റെ അടിഭാഗം ഒരു ഇത് ഗ്രിപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ല. അത് ഒരെണ്ണം എടുക്കുമ്പോൾ ചടപടയും താഴേക്ക് പോരും. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഒതുങ്ങാത്ത പോലെ ഇരിക്കുന്നത്. ഒരു ലെയർ അടുക്കി കഴിഞ്ഞു. അടുത്ത സെക്ഷനും രണ്ടാമത്തെ ലെയറും ഏകദേശം തീർന്നു. കുറച്ച് ഞാൻ കട്ട് ചെയ്തു, അല്ലെങ്കിൽ അത് ഒരുപാടായി പോകും കേട്ടോ. കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ്. ഒന്നാമത്തെ കാര്യം, ഇത് കയ്യിൽ നിന്ന് താഴെ ചടിപ്പോവും. അതിൻ്റെ ഒരെണ്ണം പിന്നെ എൻ്റെ സ്വഭാവം കാണിക്കുന്നു. തലതിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ലെയർ 3 ലെയറായി ഇപ്പം. എങ്ങനെയുണ്ട്? അത്ര അടിക്കപ്പോൾ തന്നെ ഭയങ്കര രസമല്ലേ കാണാൻ. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കണം. അതാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ അതങ്ങനെ ചെയ്തിരിക്കണം. മനസ്സിനൊരു സംതൃപ്തിയോടെ ചെയ്യണം, അതാണ്. അതായത് എങ്ങനെയെങ്കിലും നമ്മൾ അടുക്കി വെക്കണമല്ലോ എന്നോർത്ത് അടുക്കി വെച്ചിട്ട് കാര്യമില്ല. അടുക്കി വെച്ചിട്ട് തിരിഞ്ഞ് നോക്കുമ്പം നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം വരണം. കൊള്ളാം. അത് ഇതെന്നല്ല, ഏത് കാര്യമാണെങ്കിലും ശരി, നമ്മൾ അയ്യോ അങ്ങനെ ചെയ്യണമല്ലോ എന്നോർത്ത് ചെയ്യുന്നേക്കാൾ ചെയ്ത് വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സംതൃപ്തി വരുന്ന കണക്ക് ചെയ്യണം എല്ലാ പ്രവൃത്തി. അന്നേരമാണ് നമുക്കൊരു സുഖമുള്ളൂ, ഒരു സന്തോഷമുള്ളൂ. അത് നമ്മൾ വീട്ടിലായാലും ശരി, നമ്മൾ ജോലി സ്ഥലത്തായാലും ശരി. ഒരു സമാധാനം കുറച്ചായി. താഴെ ഇനി കുറച്ചും കൂടെ ഉണ്ട് അടുക്കാൻ. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടുള്ള അംഗമാണ് ഗേസ്.
അതുകൊണ്ട് പകുതി സമയത്ത് ക്യാമറ എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഞാനിത് അടുക്കുന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധ. ഓക്കെ, എന്തായാലും ഫിനിഷിങ്ങിനോടടുക്കുന്നു. കണ്ട ക്യാമറ പകുതി എവിടെയോ ആണ്. സോറി ഗേസ്, ഞാൻ ഈ വീഡിയോ ഇവിടുത്തെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ, നല്ല രീതിയിൽ. തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും കുറച്ച് കേട്ടോ. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്നാലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, നമ്മളിങ്ങനെ ചെയ്യുന്ന വീഡിയോ അല്ലേ, അപ്പം അത് എന്നാ പറയുന്നത്, ഒരുപാടങ്ങ് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും നമ്മൾ നിൽക്കുന്നില്ല. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇടുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ വരും. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. നേരം ഏകദേശം രാത്രിയായി. ഇനിയിപ്പോൾ അധികം നേരം നിൽക്കുന്നില്ല കേട്ടോ, പോയേക്കുക. നേരെ സന്ധ്യയായില്ലേ. ഇതാണ് നമ്മുടെ നൈറ്റ്, കണ്ടോ കൂട്ടാറ്. ഞാൻ മേളിൽ ചെന്നിട്ട് ഒരു ദിവസം നൈറ്റ് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ മേളിൽ പോയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ശരി, എന്നാൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കുട്ടീസ്. അപ്പോൾ നാളെ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.